4.4 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 7 സീറ്റർ ആണ്. ആകെ 2.4 ലക്ഷം രൂപയ്ക്ക്, 2.4 ലക്ഷം രൂപക്ക് ഇന്നോവ കൊടുക്കാം നമുക്ക്. അത് 11 മോഡൽ വണ്ടിയിൽ റീപെയിന്റ് പോലും പമ്പറിൽ പോലും ചെയ്തിട്ടില്ല. ഒരു വണ്ടിയിൽ നിങ്ങൾ ഇവിടെ കണക്കുന്ന 60 വണ്ടിയിൽ ഒരു വണ്ടി ടോട്ടൽ ലോസ് നിങ്ങൾ കാണിച്ചു തന്നാല് നിങ്ങൾ പറയുന്ന റേറ്റ് അത് 5 രൂപ ലോണും ചെയ്യും. 5 രൂപ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു 7 സീറ്റർ വണ്ടി. അത് പുതിയ ഇൻഷുറൻസ് മാർച്ച് വരെ, അടുത്ത കൊല്ലം മാർച്ച് വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, പുത്തൻ ടയർ ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്, അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. XUV 500 W8 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഫുള്ള് ലോണിൽ ചെയ്യാം. RBയിലെ രണ്ടാമത്തെ കിടിലൻ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഓഫർ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിൽ മാക്സിമം ഡിസ്കൗണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷന്. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാണ്, അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 25ഓളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓൺ ഉണ്ട്. നിങ്ങൾക്ക് തിരിച്ചടവ്, അതായത് EMI നിങ്ങൾ നോക്കാൻ തയ്യാറാണോ, നിങ്ങൾക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 25ഓളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓണിലുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു പാർട്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് റേഞ്ചിൽ ചെറിയ പൈസക്ക് നിങ്ങൾ വാഹനങ്ങൾ നോക്കുന്നുണ്ടോ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഗജ രാജാക്കന്മാരായിരുന്നു സമീർ ഭായി ഉണ്ടായിരുന്നേ അല്ലെ. അതായത് എല്ലാ വണ്ടിയിലും നല്ല കിടിലം നമ്മള് ഫോർച്യൂണർ വരുന്നുണ്ട്, കോമ്പസ്, മാർജിന്റെ ടോപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അതേപോലെ തന്നെ ജീപ്പ് ഇതാണ്. ബഡ്ജറ്റ് റേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിടിലം വണ്ടികളൊക്കെ ഉള്ള ഒരു പാർട്ടാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ റിയാസ് ഭായിന്റെ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പൊ ആളുകൾ എല്ലാവരും കയ്യിലുള്ള പൈസ മാത്രം വെച്ച് വണ്ടി എടുക്കുന്ന ആളുകളല്ല. എല്ലാവരും ഒരു 5 ലക്ഷം വരെ ഒരു കൂട്ടി വെച്ച് അന്ന് വണ്ടി എടുക്കാന്നുള്ള പ്രതീക്ഷ ആളുകളെ കയ്യിൽ നിന്ന് പോയിക്കണ്. ഇപ്പൊ ആളുകൾ എന്തെങ്കിലും ഒരു 50 രൂപ 1 രൂപ മുടക്കിയിട്ട് ബാക്കി ലോൺ ഇട്ടിട്ട് എടുക്കാൻ ആളുകളൊക്കെ അന്തം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഇപ്പൊ ആളുകൾ പണ്ട് നമ്മളെ കയ്യിൽ എത്രയാണ് 60 രൂപ ആണെങ്കിൽ 60 രൂപ ഒരു വണ്ടി എടുക്കുക ഓടിക്കുക. അങ്ങനെയല്ല ഇപ്പൊ 60 ഉറുപ്പ ആണെങ്കിൽ 60 ഉറുപ്പ കൊടുക്കുക, നല്ലൊരു വണ്ടി എടുക്കുക, എന്തായാലും മാസം അടവങ്ങനെ അടിച്ചു പോകാൻ എന്നുള്ള കണ്ടീഷനിലാണ് ആളുകൾ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 ലക്ഷത്തിന്റെ താഴെയുള്ള വണ്ടികളൊക്കെ ഒഴിവാക്കിയത്. അപ്പൊ സമീർ ഭായി നമ്മൾ ചോദിക്കാണ് ചോദ്യം, നമ്മൾ പലപ്പോഴും പല ഷോറൂമിലൊക്കെ പോയത്, അപ്പൊ എന്നോട് പലരും അഭിപ്രായമായിട്ട് ചോദിച്ചു, എന്താണ് ആ ചങ്ങായിന്റെ ഒരു ഇത്ര വിലക്കുറവ്, എന്തുകൊണ്ടാണ് ഈ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ചിലർ എന്നോട് ചോദിച്ചില്ലേ എത്ര ചങ്ങായിന്റെ അടുത്ത് ടോട്ടൽ ലോസ് വണ്ടികളാണെന്നൊക്കെ ചോദിക്കലുണ്ട്. ഒരു വണ്ടിയിൽ നിങ്ങൾ ഇവിടെ കണക്കുന്ന 60 വണ്ടിയിൽ ഒരു വണ്ടി ടോട്ടൽ ലോസ് നിങ്ങൾ കാണിച്ചു തന്നാല് നിങ്ങൾ പറയുന്ന റേറ്റിന് ആ വണ്ടി ഞാൻ തരും, ഗ്യാരണ്ടിയാണ്. ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ്, കമ്പനിയിലെ ടോട്ടൽ ലോസ്, ഏതെങ്കിലും ഒരു ടോട്ടൽ ലോസ് നിങ്ങൾ കാണിച്ചു തരാണെങ്കിൽ നമ്മൾ ടോട്ടൽ ലോസ് വിൽക്കൂല. അത് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഏത് കാര്യങ്ങളാണെങ്കിലും ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഇപ്പൊ ഈ 60 വണ്ടിയിലും ഇനിയിപ്പോ മുമ്പുള്ളതല്ല, ഇപ്പൊ ഉള്ള ഈ 60 വണ്ടിയിലും മുമ്പുള്ള വണ്ടിയിലും ഒരു വണ്ടി പോലും ടോട്ടൽ ലോസ് ഉള്ള വണ്ടി നമ്മൾ വിൽക്കാൻ ചെയ്തിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ലോസ് ആണെന്ന് പറഞ്ഞിട്ടേ കൊടുക്കും ചെയ്യും. അതിന്റെ ഒരു മാന്യമായ വിലക്ക് കൊടുക്കും. അതായത് ടോട്ടൽ ലോസ് ഉള്ള വണ്ടി 10 ലക്ഷം ആണെങ്കിൽ ആ വണ്ടിക്ക് 6 ലക്ഷം ഉണ്ടാവുള്ളൂ. അത്രയും വ്യത്യാസം ഉണ്ടാവും, 4-5 ലക്ഷത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൊടുക്കുള്ളൂ. ഇപ്പൊ നല്ല ഇൻഷുറൻസിലെ ടോട്ടൽ ലോസോ ക്ലെയിമിലെ ടോട്ടൽ ലോസോ ഒരു വാഹനത്തിലും ഇല്ല. നിങ്ങൾ ഏത് വണ്ടി നോക്കിങ്ങൾ ഒരു നമ്പർ പോലും മറിച്ചിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കണം, എല്ലാ ഷോറൂമാർക്കും പേടിയാണ് നമ്പർ മറക്കാന്. അവര് കൊടുക്കുമ്പോ എടുത്ത വില എത്രയാണെന്ന് അറിയുമെന്നുള്ള പേടിയാണ്. ഒരു വണ്ടിയിൽ നമുക്കങ്ങനെ കൂടുതൽ ലാഭം വേണ്ടാന്ന്. ഒരു വണ്ടി എടുക്കുമ്പോൾ അത് മാന്യമായ ലാഭം അത് വേണം. കാരണം ഈ ഏർപ്പാട് ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ചെറിയ പ്രോഫിറ്റ് മതി. അത് മാക്സിമം ഞാൻ കഴിഞ്ഞ മാസം ഒരു 10-12ഓളം വണ്ടികൾ എടുത്തതിനേക്കാളും വില കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ പുതിയ അപ്ഡേഷൻ വരണം, പുതിയ സ്റ്റോക്കുകൾ വരണം. നമുക്കപ്പം കുറച്ച് കൊടുക്കാം. മാക്സിമം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് കൊടുത്തു പോവുക. ലാഭം ഉണ്ടോ ഇല്ലയോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കണില്ല. പിന്നെ എന്താ വെച്ചാൽ ഇവരെ വീട്ടിലാണ്, ഇവിടെ നമുക്ക് സ്റ്റാഫ് ഇല്ല, വാടക ഇല്ല. ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്കൊരു സ്റ്റാഫ് 15,000-25,000 സ്റ്റാഫിന് കൊടുക്കണം, വാടക ഒരു 2.5 ലക്ഷം രൂപ പൈസ കൊടുക്കണം. ഇത് ഒരു പരിപാടി ഇല്ലാന്ന്. അപ്പൊ നമുക്കിത് പുതിയ വണ്ടികൾ വരുമ്പോ പുതിയ വണ്ടികളാണ് എല്ലാവർക്കും പുതിയ ആളുകൾക്ക് പുതിയ വണ്ടികളാണ് വേണ്ടത്. അപ്പൊ ആ ഈ ഒരു പാർട്ടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം ഫുൾ ഓണിലുള്ള വണ്ടികളുണ്ട്. അപ്പൊ ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഓട്ടോമാറ്റിക് ആവട്ടെ ഡീസൽ എല്ലാ വണ്ടി നമുക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇന്നത്തെ ഒരു എക്സ്ചേഞ്ച് വന്ന കുറച്ച് നല്ല പ്രൈസിന് മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ വണ്ടികൾ ഇതിൽ എക്സ്ചേഞ്ച് ചെയ്ത് പോയ വണ്ടികളാണ്. കാരണം അവർക്ക് എല്ലാവർക്കും വേണ്ടത് മോഡൽ കൂടിയ വാഹനങ്ങളാണ്. ഇപ്പൊ 13, 12, 14 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് തന്നെ ഒരു 19, 20 മോഡലൊക്കെ ഉള്ള വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് നമുക്ക് വാഹനങ്ങൾ വന്നിട്ടുള്ളത്. 7 സീറ്റർ വന്നിട്ടുണ്ട്. ഈ
2014 ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു XUV ഞാൻ ഇതുവരെ അയക്കങ്ങ് പോണതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ പറഞ്ഞാണ്. കറക്റ്റ് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് പെരിന്തൽമണ്ണ റോട്ടിൽ വ്യാപാരി ഭവൻ പെരിന്തൽമണ്ണ റോട്ടിൽ നിന്ന് റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരിയുള്ള റോഡാണ്. 200 മീറ്റർ പോന്നു കഴിഞ്ഞാൽ RB മോട്ടോഴ്സ്, നമ്മളെ വീടും ഷോപ്പും ഒക്കെ ഒരുമിച്ച് തന്നെയാണ്. RB ഓട്ടോസ്പോർട്ട് പൊല്യൂഷൻ സെന്ററും ഇൻഷുറൻസ് ഒക്കെ അപ്പുറത്താണുള്ളത്. അവിടേക്ക് പോകേണ്ട, നേരെ ഇങ്ങോട്ട് RB മോട്ടോഴ്സിലോട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ ഇനി ട്രെയിനിന് വരികയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആകെ അങ്ങോട്ട് എത്താൻ 200 രൂപന്റെ ചെലവുള്ളൂ. വണ്ടൂർ RB മോട്ടോഴ്സ് എത്താൻ ആകെ ചെലവുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ. വാണിയമ്പലത്ത് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഒരു 10 രൂപന്റെ പോയിന്റിൽ വണ്ടൂർ ഇറങ്ങി സുഖസുന്ദരമായിട്ട് നമുക്ക് ഷോപ്പിലോട്ട് തിരുവനന്തപുരത്ത് രാജാറാണിക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി. രാത്രി കയറി കിടക്കുക, രാവിലെ എണീക്കുക, പോരുക. അപ്പൊ നമുക്ക് 10-200 രൂപയുടെ സുഖമായിട്ട് ഇവിടെ എത്താം. അപ്പൊ തെക്കൻ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർക്ക് നല്ല സുഖമാണ്. ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. 1-2 ഒന്നല്ല, ഇഷ്ടം പോലെ ആളുകൾ. കാരണം നമ്മുടെ ഷോപ്പിൽ കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഒരുപാട് അങ്ങോട്ടുള്ള ദൂരത്തുള്ള സ്ഥലത്തേക്കാണ് കൂടുതൽ സെയിലിംഗ്. കാരണം ഇവിടുത്തെ ആളുകൾ സത്യം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കുറ്റം പറയില്ല, അവരിപ്പോഴും ചെറിയ വണ്ടികൾ. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വണ്ടിന്റെ അധികം നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ വരുന്ന പുറത്ത് അവിടുത്താണ്. അല്ല, അവരൊന്നും ചെയ്യുന്നോണ്ടാണ് നമുക്ക് 2 കൊല്ലത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അവർ അടുത്ത കൊല്ലം പിന്നെയും നമ്മളിനെ വിളിക്കും, നമുക്ക് തരും, പിന്നെയും വിളിക്കും. ഒരുപാട് 3 കൊല്ലമായിട്ട് 3 ഒരു ഫാമിലിയിൽ നിന്ന് 3 വണ്ടികൾ സ്ഥിരമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം 2 കൊല്ലം കൂടുമ്പോൾ ആ വണ്ടി ഒഴിവാക്കും. അങ്ങനെ എടുക്കുന്ന ഡയറക്റ്റ് അത്രയും ബന്ധങ്ങളായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 7 സീറ്റർ, അതായത് ഇതൊരു SUV ആണ്, 7 സീറ്റർ ആണ്. അതുപോലെ തന്നെ W8 ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ്. ഈ വണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ ഇത് പേഴ്സണലായിട്ട് അവിടുന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നതാണ്. 2 പുത്തൻ ടയർ, ഇപ്പൊ 23-ലുള്ള ടയർ, പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. കസ്റ്റമർ 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം കേട്ടോ. W8 1,20,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ 1.5 ലക്ഷം രൂപ 3.25 ലക്ഷം രൂപക്ക് ചോദിച്ചു വിൽക്കുന്ന വണ്ടിയാണ്. അതും നല്ല അടിപൊളി സ്റ്റെപ്പ് മഹേന്ദ്രന് തന്നെ ചെയ്താട്ടോ. അടിപൊളി സ്റ്റെപ്പ് കാര്യങ്ങൾ വണ്ണ കണ്ടീഷനാണ്. ഓയിൽ സർവീസോ അല്ല മറ്റേ പോളിഷോ സർവീസോ ഒന്നും ചെയ്തിട്ടില്ല. 23 ലാസ്റ്റ് ഇയറുള്ള ടയറാണ്. 23 ലാസ്റ്റ് ഇയറുള്ള ടയറാണ്. കിലോമീറ്റർ 1.20 ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി പറഞ്ഞാല് XUV നിങ്ങൾക്ക് ഇതിലും നല്ല ക്വാളിറ്റിയിൽ കിട്ടൂല. അത്ര സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 1.5 ലക്ഷം രൂപ റേറ്റ് ഇട്ടേക്കുന്ന റേറ്റ് ആണ്. ഓഫർ റേറ്റ് 6,90,000 രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. 6,90 എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എവിടുന്നും കിട്ടൂല. നല്ല അടിപൊളി പ്രൈസ് ആണ്. 6,90,000 രൂപ ഫൈനൽ ആണ്. ഇനി കുറച്ച് ചോദിക്കരുത്. 7 ലക്ഷം രൂപ ലോൺ ചെയ്യും. ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു 7 സീറ്റർ വണ്ടി. അതും പുതിയ ഇൻഷുറൻസ് മാർച്ച് വരെ, അടുത്ത കൊല്ലം മാർച്ച് വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. പുത്തൻ ടയർ ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്. അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം XUV 500 W8 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഫുള്ള് ലോണിൽ ചെയ്യാം കേട്ടോ. അടുത്തതാണ് നമ്മള് കിഡ്ലൻ സിറ്റി. 2 സിറ്റി നമ്മൾ പരിചയപ്പെട്ടിരുന്നു. വേറെ ഇതിന് പുറമെ 2 സിറ്റി സൺറൂഫുള്ള വരാണ്ട് പോളിഷിലാണ്. ഇത് 2015 മോഡൽ ന്യൂ മോഡലിലോട്ട് മാറ്റിയ റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. S വേരിയന്റ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ബ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം 90% ചെയ്തിട്ടുണ്ട്. ന്യൂ മോഡൽ ഫ്രണ്ടും ബാക്കൊക്കെ ന്യൂ മോഡൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ സ്റ്റാരിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്, സീറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്, കൺട്രോൾ വരുന്നുണ്ട്. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 5.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. DRL കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി കേട്ടോ. DRL ബാക്ക് സെൻസർ, നല്ല കുഴപ്പമില്ലാത്ത ഫാൻസി നമ്പറാണ്. 57 XUV ആണെങ്കിലും 60 30 അതും ഫാൻസി നമ്പറാണ്. ഒരുവിധം ഫാൻസി നമ്പർ ഇപ്പൊ ഇപ്പുറത്ത് വരികയാണെങ്കിൽ മറാസോ 89 69 അതും ഫാൻസി നമ്പറാണ്. നമ്മൾ എടുത്തു പറയാത്ത എന്താ വെച്ചാല് അതിന് ഇതാക്കണ്ടല്ലോ എഴുതിയിട്ടാണ്. അതെ, പ്രത്യേകത ഇല്ല. ഏതെങ്കിലും 5.25 രൂപ ഫുൾ ലോൺ, അത് 5 രൂപ ലോൺ ചെയ്യാം. 5 രൂപ നമുക്ക് ലോൺ ചെയ്യാം. 7 സീറ്റർ 18 ലാസ്റ്റ് മോഡല്.
XUV ഒക്കെ ആകുമ്പോൾ ഒരു 12-13 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. ഇതിന് 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 7 സീറ്റർ ആണ്. നമ്മൾ അടിപൊളി നല്ല യൂസിംഗ് ഒക്കെ ഈ 17 ലെവലിൽ മൈലേജ് കിട്ടുന്ന M6 ആട്ടത്. M8 ഇതില് മുകളിലുണ്ട്. M8 ആകുമ്പോൾ കമ്പനിയാണ് ലെതർ സീറ്റ് വരിക. ഇത് കമ്പനി ലെതർ അല്ല, എക്സ്ട്രാ ചെയ്ത ലെതർ സീറ്റ് ആണ്. സ്റ്റാരിംഗ് കൺട്രോൾ, വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. സ്പേസ് അടിപൊളി സ്പേസ് ആണ്. സ്പേസ് നമുക്ക് ബാക്ക് റോളൊക്കെ നല്ല AC വെന്റോ ആണ് നോക്കേണ്ടത്. കറക്റ്റ് എല്ലാ ഡോർ എല്ലാ സീറ്റിംഗ് ബാക്ക് വരെ നമുക്ക് ഇത് കിട്ടും. കറക്റ്റ് AC വെന്റ് കിട്ടുന്ന സീറ്റുകാർ ക്ലിയർ ആക്കാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ വന്ന കണ്ടീഷൻ ആണുള്ളത്. മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഒന്ന് പൊടി ഉണ്ട്, ഇതൊക്കെ സർവീസ് ചെയ്തിട്ട് കയറ്റും. വണ്ടി ഇപ്പൊ വന്ന കണ്ടീഷനിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കയറ്റിയതാണ്. എല്ലാം ഉണ്ട്. അലോയില് 4 ഡിസ്ക്. മറ്റേ ഇതില് M6 ആയിട്ടുള്ള M6 M8 തമ്മിലുള്ള വ്യത്യാസം ഇത് 16 സൈസ് ആണ് വരിക. M8 17 സൈസ് ആണ് വരിക. രണ്ടാമത്തെ ട്രോല് വിൻഡോ കർട്ടൻ വരും, ഇതിന് കർട്ടൻ വരൂല. ഈ 2 മാറ്റമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അതൊക്കെ കമ്പനി തന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല. ഈ വാഹനം 750 സിവിൽ സ്കോർ ഉള്ള IT റിട്ടേൺ ചെയ്യുന്ന ആളാണോ എങ്കിൽ 4.25 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. 4.25 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. IT വേണം കേട്ടോ. ഒരു വണ്ടി വാങ്ങാനുള്ള പൈസ ഇനിയിപ്പോ അതില്ല, IT ഇല്ലാത്ത ആളാണെങ്കിൽ 1.5 ലക്ഷം രൂപ അവർക്കും ക്യാഷ് ബാക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപ നോർമൽ കസ്റ്റമർ ആണെങ്കിലും. ഇപ്പൊ ഒരു വീടിന്റെ അടുത്തൊരു 10 സെന്റ് സ്ഥലമുണ്ട്, പൈസ കയ്യിലില്ല, വണ്ടി വാങ്ങുകയാണ് കസ്റ്റമർ. യഥാർത്ഥം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു വണ്ടി മേലാറ്റൂരുള്ള കസ്റ്റമർ വാങ്ങിച്ചിട്ട് അതിന് ലോണ് 4.25 ലക്ഷം രൂപ ഇട്ടിട്ട് ആ വണ്ടി ആ സ്ഥലം രജിസ്റ്റർ ആക്കിയ ചരിത്രം എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അത് കറക്റ്റ്. അത് ഒരാളുകൾക്ക് ഇപ്പൊ വീടിന് 8 സെന്റ് സ്ഥലമാണ് വീട്, അതിന്റെ അപ്പുറത്ത് 5 സെന്റ് കൊടുക്കാണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അതൊക്കെ എല്ലാം പേപ്പർ എല്ലാം ക്ലിയർ ഇല്ല. ബാങ്കില് ഒരു സ്ഥലത്തിന് ലോണിന് കൊടുക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട്. അതിന്റെ കുടിക്കടം, അടിയാധാരം, പട്ടയം, അതേമാതിരി ആ പട്ടയം ഒക്കെ കൊടുത്തവണ്ണം ഒരു മാസം അതിന്റെ 2 മാസം നടന്നാലേ നടക്കുള്ളൂ. ഇന്ന് വരിക, ഇന്ന് കാണുക, 3-ാമത്തെ ദിവസം വണ്ടിയും കൊണ്ടുപോവുക, ക്യാഷ് അക്കൗണ്ട് കയറ്റുക. ഈ ഒരു സെറ്റപ്പ് എന്താ സെറ്റപ്പ്? സ്ഥലം വാങ്ങിയത് വെറുതെ പറഞ്ഞല്ല, വണ്ടി വാങ്ങിയിട്ട് സ്ഥലം വാങ്ങിയ ആളുകളെ ഞാൻ കാണിച്ചു തരാം. അതെ, അതേപോലത്തെ ഒരു വണ്ടിയാണ്. 4.25 ലക്ഷം രൂപ IT റിട്ടേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 1.5 ലക്ഷം എടുക്കാം. ഇതവണ നമുക്കൊരു ബഡ്ജറ്റ് കയറാണ്. നമ്മുടെ ബീറ്റ് ഒരു കിഡ്ലം കളറില്ല. ഈ ഒരു വാഹനത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളതിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പോയ വാഹനമാണ്. ഒരു 19 മോഡൽ ലോ കിലോമീറ്റർ ഒരു ഡീസൽ I20 വന്നപ്പോ എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ്. നിലവിൽ ഈ വാഹനത്തിന് ഡീസൽ വാഹനം 26 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ എഞ്ചിൻ. ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാല് ഈ 11 മോഡൽ വണ്ടിയിൽ റീപെയിന്റ് പോലും പമ്പറിൽ പോലും ചെയ്തിട്ടില്ല. ടച്ചപ്പ് കയറാത്തൊരു ബീറ്റ് ക്വാളിറ്റി പറഞ്ഞാൽ എഞ്ചിൻ റൂമിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണണം. അത്രയും നീറ്റ്. ഒരു പെട്രോൾ വണ്ടി ഓക്കെയാണ്, നമുക്ക് കാണുമ്പോ ക്വാളിറ്റി ഉണ്ടാവും. എഞ്ചിൻ റൂമൊക്കെ ഇത് വൃത്തിയാക്കി വെച്ചല്ലോ കേട്ടോ. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബീറ്റ്. ഈ ബീറ്റിന് ഇത്രയും ക്വാളിറ്റി ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല 80,000 കിലോമീറ്റർ. നല്ല വെൽ മെയിൻറ്റെയിൻ. ഈ ആള് 30,000 കിലോമീറ്റർ കഴിയുമ്പോ ഷോറൂമിൽ നിന്ന് എടുത്താണ്. 30,000 കിലോമീറ്റർ ഷോറൂമിൽ നിന്ന് എടുത്ത് ഷോറൂമിൽ 60,000 വരെ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ 80,000 ആയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ടുള്ള ഒരു വാഹനമാണ്. 1,20,000 ഇതിന് റേറ്റ് വന്നിട്ടുണ്ട്. 25 വരെ ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. 20 കിലോമീറ്റർ അല്ല 25 കിലോമീറ്റർ ഡീസലിന് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഒരു ആക്റ്റീവന്റെ പൈസക്ക്, പുതിയൊരു ആക്റ്റീവക്ക് 1,20 കൊടുക്കും. അതിന്റെ ആ റേഞ്ചിൽ AC ഇട്ട് 4 ആൾക്ക് 5 ആൾക്ക് സുന്ദരമായിട്ട് പോകാം. നല്ലൊരു വണ്ടിയാണ്, ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കംപ്ലൈന്റുകൾ കുറവുള്ള വണ്ടികളുണ്ട്, കൂടുതലുള്ള വണ്ടികളുണ്ട്. ഓടിച്ചടിച്ച് ആകെ കംപ്ലൈന്റ് ഉള്ള വണ്ടിയല്ല അത്. ക്വാളിറ്റി ഉള്ള ബീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത്രയും വെൽമെന്റ്. ഒരു പ്രൊഫസറുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തത്. പമ്പറിൽ പോലും ടച്ചപ്പ് ചെയ്തിട്ടില്ല. അത്ര വന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി. 11 അതുപോലും കയറിയിട്ടില്ല. അതിന് ചെറിയ സ്ക്രാച്ചുള്ള ഞാൻ കാണിച്ചുതരാം. വണ്ടിയുടെ ചെറിയ സ്ക്രാച്ച് അത് ഞാൻ ചെയ്യാത്ത എന്താ വെച്ചാല് അത് പറയണ്ടല്ലോ. കമ്പനി വന്ന അതേ കണ്ടീഷനിലുള്ള വണ്ടി 1,20 ഫൈനൽ റേറ്റ്. അതാണ് ഫ്ലൂയിഡിക് I20 ഒരു സെക്കൻഡ് ജനറേഷൻ. അതെ, 13
10ാം മാസം സെക്കൻഡ് ഓണർഷിപ്പ്, ഡീസൽ, മാഗ്ന ഓപ്ഷന്. ഇതും നമ്മൾ പറഞ്ഞ പോലെ നല്ല ഫെസിലിറ്റി ഉണ്ടാവും, നല്ല ഫെസിലിറ്റി ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ടാവും, അതേപോലെ നല്ല സ്ഥലം ഉണ്ട്, സ്ഥലം ഉണ്ടാവും, നല്ല സ്പേഷ്യസ് ആയ ഹാച്ച് ബാക്ക് ആണ്. 2013 ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ്, ഡീസലില്, മാഗ്ന, AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിന് ഫ്ലോർ. ഇത് വന്നിട്ടുള്ളൂ കേട്ടോ, പമ്പറൊക്കെ ഒന്ന് പെയിന്റ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഇപ്പൊ വന്ന കണ്ടീഷനിലാണ്. KL01 ആണ്. 6 കൊല്ലായിട്ട് സെക്കൻഡ് ഓണർ ആണ്. 6 കൊല്ലായിട്ട് ഇവിടുത്തെ ആളെ കയ്യിൽ തന്നെ ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 290 ഫുള്ള് ലോൺ ചെയ്യാം. 290 ഫുള്ള് ലോൺ. ഓപ്ഷൻ ഏതായിരുന്നു? മാഗ്ന മിഡിൽ ഓപ്ഷൻ. അതായത് AC നമ്മള് സ്വിഫ്റ്റില് വീഡിയോ എന്ന് പറഞ്ഞ മാതിരി AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. 13 ലാസ്റ്റ് ആണ് 290 കേട്ടോ. 13 ലാസ്റ്റ്. 13 ലാസ്റ്റ്. ഒരു ആൾട്ടോ റീപ്ലേസ് ഇല്ല, കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ. 13 ഓൾട്ടോക്ക് ഏകദേശം എത്ര കൊടുക്കേണ്ടി വരും? 13 ആൾട്ടോക്ക് 2 റുപ്യന്റെ അടുത്ത് കൊടുക്കണം. 1.25 ഡീസലും ആണ്, അതിലാണ് സ്പേസും ഉണ്ട്, മൈലേജും ഉണ്ട്, കംപ്ലൈന്റും കുറവാണ്. അതെ അതെ. അടുത്താണോ സ്വിഫ്റ്റ്? സ്വിഫ്റ്റ് ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് കാലാകാലം ഇതിന്റെ ഒരു മാർക്കറ്റേ ഉള്ളൂ. 2017, 2018, 2019 നമ്മൾ വിൽക്കുന്നതും 3.5, 3.25 ആ റേഞ്ചിലാണ്. ഇപ്പോഴും ഈ വണ്ടിക്ക് ഈ റേറ്റ് ആണ്. റീപ്ലേസ് ഇല്ല കേട്ടോ, വണ്ടിയിൽ ഒരു സാധനം റീപ്ലേസ് ചെയ്തിട്ടില്ല. നമ്മള് ഇത് പറഞ്ഞ പോലെയാണ്, അതെ അതെ അതെ. എന്നും നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഒരു മാർക്കറ്റ് അത് എപ്പോഴും വിൽക്കാൻ പറ്റും. ഈ ന്യൂ മോഡല് 2012 ഡിസംബറിലുള്ള സ്വിഫ്റ്റ് VDI ഡീസല് നമുക്ക് 3,25,000 രൂപക്ക് വണ്ടി കൊടുക്കും. 3,00,000. ഒരു വണ്ടിയിൽ ഒരു റീപ്ലേസ് ഉണ്ടാവും, അതുപോലും ഇല്ല. ഗ്യാരണ്ടിയിലും ഡോറോ, ബോണറ്റോ, ഡിക്കിയോ, സൈഡ് ഡോറോ, ഡോർ ഗ്ലാസോ ഒരു സംഗതി റീപ്ലേസ് ഇല്ല. 4 ടയർ, ഒരു 75% ടയർ ഉണ്ട്. ഇൻഷുറൻസ് 1 മാസം കൂടി ഗ്യാപ്പ് ഉണ്ട്. ഈ വാഹനം 3,25,000 ആണ്. ലോൺ നമുക്ക് 3 ലക്ഷം വരെ കൊടുക്കാൻ പറ്റും. 25 റുപ്യ നമുക്ക് നല്ല ഡീസൽ VDI 1,25,000 കിലോമീറ്റർ ഓടിയ ഡീസൽ എഞ്ചിന് KL09 വരുന്ന വാഹനം. അടുത്ത നമുക്കൊരു നല്ല കിടക്കാച്ചി ഇന്നോവ ആദ്യം പറയാം അല്ലെ. റേറ്റ് എങ്ങനെ വരും? ആകെ 2.25 ലക്ഷം രൂപയ്ക്ക്. ആകെ ഡൗൺ പേയ്മെന്റ് 2.25 ലക്ഷം രൂപക്ക് ഇന്നോവ കൊടുക്കാം നമുക്ക്. അതും ഒറിജിനൽ കേരള വണ്ടിയാണ്, റീവണ്ടി അല്ല, ടോട്ടൽ ലോസ് ഉള്ള വണ്ടിയല്ല. ഇൻഷുറൻസ് ഒക്കെ ചെക്ക് ചെയ്തോളി, ഹിസ്റ്ററി ചെക്ക് ചെയ്തോളി. നല്ല ഈ വണ്ടി എടുത്ത് ഉപയോഗിക്കാനുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ അവരോട് ഒരു കാര്യം പറയുന്നത്, 15 മോഡൽ ഇന്നോവന്റെ എഞ്ചിൻ കണ്ടീഷൻ ഈ വണ്ടിക്കുണ്ട്. AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ കാര്യങ്ങൾ, ഡീഫോഗർ, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയിൽ വന്നിട്ടുണ്ട്. 2 പുത്തൻ ടയർ വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ 2 പുതിയതാണ്. ബാക്ക് ടയർ ഒരു 70% അഡീഷണൽ അലോയ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റോ ബോണ്ട് റീപ്ലേസോ ഒന്നും വണ്ടിയിലില്ല. 2005, 25 ലാസ്റ്റ് വരെ പേപ്പർ, പുത്തൻ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി. 2.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 4 ആക്കി കൊണ്ടുവരും ചെയ്യാം. 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 4 ആക്കി ചെയ്യാം. ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൂടെ? റേറ്റ് കസ്റ്റമർ വന്നോട്ടെ. റേറ്റ് വണ്ടി പറ്റിയെങ്കിൽ റേറ്റിന്റെ കാര്യത്തിൽ ഒരു ഡിസ്കസും ഇല്ല. നമുക്ക് മാക്സിമം നമുക്ക് കിട്ടിയ വിലയ്ക്ക് ആണെങ്കിലും നമ്മളെ വണ്ടി കൊടുത്ത് കസ്റ്റമറെ തൃപ്തിയാക്കും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അടുത്ത തവണ നമുക്ക് വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് വാങ്ങാൻ നോക്കണമെങ്കിൽ, കംപ്ലൈന്റ് കമ്മിയുള്ള ഒരു വണ്ടി നോക്കണമെങ്കിൽ നമുക്ക് മാരുതിയിൽ ഒന്നും പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഓൾട്ടോയും അതേപോലെ റിഡ്സും. ആ റിഡ്സ് എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയത് മുതലാണ് ഈ വണ്ടിന്റെ ഡിമാൻഡ് കൂടിയത്. അതിന്റെ മുന്നേ വരെ അതിന് കസ്റ്റമർ അതിന്റെ ബാക്ക് ചെളിങ്ങിയത് പോലെ ഒരു ഫീൽ ആണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ചടപ്പിക്കുന്നു. തുടക്കത്തിൽ ആളുകൾക്ക് സ്വീകരിക്കാൻ വേണ്ടിണ്ടായിരുന്നു. പിന്നീടല്ല ഇപ്പൊ BT നമുക്ക് ഈ ഒരു ടച്ചിൽ വരുന്ന വണ്ടിയാണ്. പിന്നീട് ഇങ്ങനത്തെ ഒരു മോഡലിൽ വണ്ടി, ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഈ വണ്ടി വരാൻ തുടങ്ങി. അപ്പൊ ആളുകള് റിഡ്സിനെ ഏറ്റെടുത്തു. കാരണം 16 ഈ വണ്ടി ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കുമ്പോ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മാരുതി വണ്ടി ഉണ്ടെങ്കിൽ അത് റിഡ്സ് ആയിരുന്നു. ഇത് 2011 മോഡല്, 11 ഡിസംബർ ആണ്. ഡീസലാണ്, VDI ഓപ്ഷൻ ആണ്. ഒരു റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്, പറയേണ്ട ആവശ്യം. ഒറിജിനൽ കേരള വണ്ടിന് തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. അലേവിയില് 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് നിലവിൽ തീർന്നതിന് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഈ വണ്ടി നമുക്ക് 2,30,000 രൂപ കൊടുക്കാം. 2,30,000 ലോൺ സൗകര്യം ഉണ്ടാവോ? 2 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു തരും. 30,000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. അലേവിയില്
നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള റിഡ്സ്. റീപ്ലേസ് ഞാൻ ഒരാൾക്ക് പറയുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ നല്ല റീപ്ലേസ് നമ്പർ കുത്തുക, ബോണ്ട് പേസ്റ്റ് ഇടുക, ഒരു ഉഡായിപ്പും വണ്ടിയിലില്ല. അത് ഗ്യാരണ്ടിയാണ്. നമുക്ക് 1.28 ഓടിയിട്ടുണ്ട് ഡീസൽ. ഈ വാഹനം നമുക്ക് കറക്റ്റ് 2.30 മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം കേട്ടോ. അടുത്താണ് നമ്മളൊരു മരാസ പരിചയപ്പെട്ടു. അതെ, ഞാൻ ഒരു കളർ ചേഞ്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്നുകൂടി കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇഷ്ടപ്പെടുന്ന കളറാണ്. കൂടുതൽ ഇറങ്ങിയത് ഈ ഒരു കളറാണ്. നല്ല അടിപൊളി ഒരു വെറൈറ്റി കളറാണ് ഇത്. കുറച്ച് സ്വിഫ്റ്റിലും ഈ ഒരു 16 മോഡൽ സ്വിഫ്റ്റിൽ ഈ കളർ വന്നിട്ടുണ്ട്. ക്രിസ്റ്റയിലാണ് ഇത് കൂടുതൽ ക്ലിക്ക് ആയത്. ക്രിസ്റ്റ ഇന്നോവ ക്രിസ്റ്റയിലാണ് ഇതിൽ കൂടുതൽ ക്ലിക്ക് ആയ കളർ. ഇത് സൈഡില് ഫുഡ് സ്റ്റെപ്പ് 5 പുതിയ ടയർ, ഫുള്ള് കമ്പനി സർവീസ്. പുതിയ ടയറാണ് അടക്കം പുത്തൻ ടയർ, കമ്പനി സർവീസ്. നമുക്ക് വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ. നമുക്ക് ഈ വണ്ടി ഫുള്ള് ലോൺ ചെയ്യാം. ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4.25 ലക്ഷം രൂപ ക്യാഷ് ബാക്കും കിട്ടും. 4 ലക്ഷം രൂപ ക്യാഷ് ബാക്കും കിട്ടും. പിന്നെ നമുക്ക് ഇതേ പറഞ്ഞ 7071 ഒരു സീരീസ് നമ്പറാണ്. പിന്നെ ഇതിന്റെ സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി സ്പേസ് ആണ്. ഇത് M6 ആണ്, 2018 ലാസ്റ്റ് ആണ്, സെക്കൻഡ് ഓണർ ആണ്. പരിഗണിച്ചുകൊണ്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. 24 ഡിസംബർ വരെ, 24 ലാസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട്. വുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി. ഇതിൽ പ്രൊജക്ടർ ലാമ്പ്, അലോയ്, എയർ ബാഗ്, ABS, റിവേഴ്സ് ക്യാം, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, സെൻട്രൽ AC, എല്ലാ ഓപ്ഷനും വരുന്ന ഓപ്ഷനാണ്. M8 എന്ന് പറയുമ്പോൾ അലോയ് സൈസ് വ്യത്യാസം വരും, അതുപോലെ വിൻഡോ കർട്ടൻ വരും. അത് മാത്രമേ ഒരു കുറവായിട്ടുള്ളൂ. ഈ വാഹനം 8.25 ലക്ഷം രൂപക്ക് കൊടുക്കാം. IT ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 4 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാം. IT ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്യാഷ് ബാക്ക് 10 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ IT വേണം. ബാങ്കിങ്ങിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി വേണം. തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത്രയും തരുള്ളൂ ബാങ്ക്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ചെന്ന ബാങ്കുകാരൊന്നും ലോൺ തരില്ല. എന്നാലും 3 ദിവസം കൊണ്ട് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാനുള്ള സെറ്റ്, 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റും. അടുത്താണ് നമുക്ക് ഡീസലിന് നല്ലൊരു കിടിലൻ സിയാസ് ZDI, അതായത് പുഷ് ബട്ടണും അലോയിലും എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ സിയാസ്, ഏറ്റവും ടോപ്പിന്റെ. അതും 2015 നവംബർ വണ്ടി കേട്ടോ. 2015 നവംബർ ഡീസല് സിയാസിൽ 20-23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു നല്ല ക്വാളിറ്റി ഹൈബ്രിഡ് ഡീസൽ നിങ്ങൾക്ക്. അപ്പോളോന്റെ 4 പുത്തൻ ടയർ, 2 വർഷം കൂടി കമ്പനി വാറണ്ടിയിൽ 4 പുതിയ ടയർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ റിയാസ് ഭായി നോക്കിയൊക്കെ അതിന്റെ ഉൾഭാഗമൊക്കെ പ്രീമിയം വണ്ടിയാണ്. നമുക്കൊരു പ്രീമിയം സെഡാനാണ്. പ്രീമിയം വെഹിക്കിൾ 15 ഡിസംബർ വണ്ടി. പുഷ്പട്ടം വരുന്നുണ്ട്, കൺട്രോൾസ്, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC വെന്റോകള്, 4 പുത്തൻ ടയർ. ഈ കസ്റ്റമർ പാർക്ക് ആൻഡ് സൈഡിൽ വെച്ചിട്ടുള്ള വാഹനമാണ് ഇതിട്ടോ. ഈ വാഹനം നമുക്ക് ബെസ്റ്റ് പ്രൈസ് അല്ല, ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. കാരണം കസ്റ്റമർ ഗൾഫിലോട്ട് പോകുമ്പോൾ ലോൺ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടതാണ്. 4.40 ലോൺ ക്ലോസ് ചെയ്യാണ്ട് ഈ വണ്ടി നമ്മൾ 5,25,000 രൂപക്ക് ഒരു വണ്ടി കൊടുക്കാൻ പറ്റും. 5,25,000 സിയാസ് ZDI പുഷ്പട്ടുള്ള വണ്ടിക്ക് എല്ലാവരും ചോദിക്കുന്ന 6 ലക്ഷം രൂപ, 6.25 ലക്ഷം രൂപ, എന്തായാലും 590 ലെവലിൽ ചോദിക്കും. ഈ 5.25 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. ഈ ലോണ് ക്ലോസ് ചെയ്യാനുണ്ട്. 4.40 ലോൺ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ലോൺ കിട്ടും. അത് വിഷയമല്ല. നമുക്ക് ഇൻഷുറൻസ് 7 മാസം വരെ 560 IDV ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് കസ്റ്റമർ പോന്നോട്ടെ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിയാസ് തപ്പിയെടുക്കാൻ വണ്ടി എടുത്ത ആൾക്ക് എണ്ണ അടിക്കാന്നുള്ളൊരു ബാധ്യത മാത്രമേ ഉള്ളൂ. ഹൈ ക്വാളിറ്റി ഉള്ള ടോപ്പ് എൻഡ് സിയാസ് 23 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി 5.25 ലക്ഷക്ക് തരാം. അടുത്താണ് വീണ്ടും നമുക്കൊരു ഓൾട്ടിസ് 4.25 അൾട്ടിസ് കാണിച്ചിരുന്നു. ഇത് 4 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് കുറച്ച് കൊടുക്കാം. 11 മോഡല്, ബ്ലാക്ക് ആണ്. അലോയില് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. സീറ്റ് കവർ കുറഞ്ഞ മോശം ഉണ്ട്, നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാം. സീറ്റ് കവർ അതിന്റെ കമ്പനി സീറ്റ് അതിന്റെ ഉള്ളിലുണ്ട്, അത് ഒഴിവാക്കിയാൽ മതി. ഒഴിവാക്കിയാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അൾട്ടിസ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ്. 4 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്ത കമ്പനി ഹിസ്റ്ററി ഉള്ള
നല്ല സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ സർവീസ് ബുക്ക് ഒക്കെ ഉള്ള വാഹനം കേട്ടോ. റീ രജിസ്ട്രേഷൻ വാഹനമാണ്. പക്ഷേ എഞ്ചിന് മെക്കാനിക്കലി നമുക്ക് പക്ക ഗ്യാരണ്ടി. ഇവിടെ 18 മുതൽ കേരളത്തിൽ ഓടിയിരുന്നത്, കേരളത്തിൽ സർവീസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നമ്പർ അടിച്ചു നോക്കി ലോൺ ഒരു 3 ലക്ഷം 2.5-3 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ജനറേഷന് ഡീസലില് ആസ്റ്റ ഓപ്ഷന്. ഈ വാഹനം നമുക്ക് ഒരു പാർക്ക് ആൻഡ് സെയിലുള്ള വാഹനമാണ്. 2009 മോഡല്. ഈ വാഹനം നമുക്ക് 1,50,000 രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 1,50,000. AC പവർ സ്റ്റാരിങ്, ഡുവൽ എയർ ബാഗ്, ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നിങ്ങൾക്ക് ഒരു ഡീസൽ വണ്ടി 2009 ആൾട്ടോക്ക് കൊടുക്കണം 1,10,000 1,20,000 വേണം. നല്ല ഇത് ഡീസല്, ആസ്റ്റ, അലോയ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ഡുവൽ എയർ ബാഗ്, ABS എല്ലാം വരുന്ന. ഇത് മെയിൻ്റെനൻസ് വളരെ കുറവല്ലേ? മെയിൻ്റെനൻസ് പൊതുവെ കുറവാണ്. നല്ല മൈലേജും കിട്ടും. ഇത് 1.5 ലക്ഷം രൂപക്കാട്ടോ വണ്ടി കൊടുക്കുന്നത്. വെറും 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപക്ക് വെർണന്റെ ഫ്ലൂയിഡിക് ടൈപ്പ് വരണ 2011 ലാസ്റ്റ് ആട്ടോ. ഏറ്റവും ടോപ്പ് എൻഡ് ആസ്റ്റ. അത് ആസ്റ്റ ആണെങ്കിൽ ഇത് XXO 6 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ വരുന്നില്ല. ഇപ്പൊ കയറ്റിട്ടുള്ളൂ. സർവീസ് പോളിഷ് ചെയ്യാണ്ട് അത് ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ടയർ ഒരു 70% ടയർ ഉണ്ട്. അലോയിലുണ്ട്, എയർ ബാഗ് ഉണ്ട്, 6 എയർ ബാഗ് ഉണ്ട്. നല്ല മൈലേജ് പെർഫോമൻസും കിട്ടും. 1.6 ആട്ടത്. 1.6 ആണ് സാധാരണ വരുന്ന. 1.4 വരിക. ഇത് 1.6 XX ഓപ്ഷൻ വരുന്ന വണ്ടി. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് 3,20,000 രൂപക്ക്. 3,20,000 രൂപക്ക് ഡീസലില് ഏറ്റവും ടോപ്പ് 3,20 കൊടുക്കട്ടോ. ഇതൊക്കെ ഓഫർ റേറ്റ് ആണ്. നിങ്ങൾ വേറെ ചോദിച്ചു നോക്കിയാൽ റീപ്ലേസ് ഇല്ലാത്ത, ഫ്ലഡ് ഇല്ലാത്ത, ക്ലെയിം ഇല്ലാത്ത വണ്ടി. അതും നമുക്ക് ഓഫർ റേറ്റ്. നല്ല അടിപൊളി ഫാൻസി നമ്പർ, ടയർ, എല്ലാ ഭാഗവും ഒക്കെ. 2.25 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഡസ്റ്റർ. നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഇത് 85 18 മോഡല്, 19 ഡെലിവറി, 19 രജിസ്റ്റർ, ഡീസലില് ലോ കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ 5 പുത്തൻ ടയർ. 55,000 ഡീസൽ. 55 48 സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു. ഇപ്പൊ 55 ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 55,000 ലോ കിലോമീറ്റർ അത് നല്ല പ്രൈസ്. സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മടിക്കാതെ വാങ്ങാൻ പറ്റുന്ന 85 RCS ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ഫുൾ ഓപ്ഷനും ഇത് നമ്മൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ഇത് നമ്മൾ ആകെ ചെറിയ വ്യത്യാസം ഉള്ളത് സ്റ്റാരിംഗ് ക്രൂസ് കൺട്രോൾ ഉണ്ടാവും ഫുൾ ഓപ്ഷൻ RZ-ന്. പിന്നെ അത് ഉണ്ടാവില്ല. ടച്ച് സ്ക്രീന്, സബ്, ആമ്പ്, അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ഇത് നമുക്ക് പ്രൈസ് 860 കൊടുക്കാം. 860 ലോണും ചെയ്യാം. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് കസ്റ്റമർ വന്നോട്ടെ. ലോ കിലോമീറ്റർ ഡസ്റ്റർ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. 860 വരെ ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾട്ടോ 800 ഇത് കസ്റ്റമർ വണ്ടിയാണിത്. 1 ലക്ഷം രൂപ ക്ലോസ് ചെയ്യാണ്ട് വണ്ടിയിൽ ലോണിൽ. ഇത് നമുക്ക് കസ്റ്റമർ 1.25 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഒരു കസ്റ്റമർ ഒന്ന് സംസാരിച്ചപ്പോൾ 1.60 വരെ അവര് ബില്ലിംഗ് ആക്കിയിട്ടുണ്ട്. ഒരു കസ്റ്റമർക്ക് വേണ്ടി സംസാരിച്ചിരുന്നു. പിന്നെ അവര് ലോണ് അവർക്ക് അത്ര കിട്ടിയില്ല. കാരണം ട്രാക്ക് കുറച്ച് മോശം ലോണ് കിട്ടിയില്ല. 1.60 13 മോഡല് അൾട്ടോ 800 1.60 കൊടുക്കാം. ഗ്ലാസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ഉള്ളിലേക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. 1.60 13 ലാസ്റ്റ് വരുന്ന 70,000 കിലോമീറ്റർ ഓടിയ 800 കൊടുക്കാൻ പറ്റും കേട്ടോ. 1.60. അടുത്ത നമുക്ക് ഡിസയർ 2 ഡിസയർ ഉണ്ട്. ഇതും ഡിസയർ, ഇതും ഡിസയർ തന്നെയാണ്. ഇത് LDA VDയിലോട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിന്റെ കമ്പനി വരുന്ന 4 ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി നല്ല ക്വാളിറ്റി, CD റിവേഴ്സ് ക്യാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഇത്തിരി മോശമുണ്ട് വണ്ടിയിൽ. 2000 ഡീസൽ വണ്ടി 13 മാനുഫാക്ചറിങ്, 14 ഡെലിവറി, 14 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ്. ഈ ഒരു ഡോറ് മാത്രം കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഷോറൂമിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ മാറിയതാണ്. ഹിസ്റ്ററിക്ക് എടുത്തോളൂ. 50 75 നമ്പർ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഡിസയർ. 14 രണ്ടാം മാസമാണ് വണ്ടി രജിസ്റ്ററും ഡെലിവറിക്ക് വന്നിട്ടുള്ളത്. ഈ വണ്ടി
360 കൊടുക്കാം. 360. 360. അതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നില്ലേ? ഫേസ് ലിഫ്റ്റ് വന്ന് ഇത് സിംഗിൾ ഓണർഷിപ്പ് 2016 ലാസ്റ്റ് LDI ഓപ്ഷന്, അതായത് ഡുവൽ എയർ ബാഗ്, ABS ബ്രേക്ക്, പവർ വിൻഡോ 2 ഒക്കെ വരുന്നുണ്ട്. കമ്പനി ആണെങ്കിൽ പവർ വിൻഡോ ഞാൻ കയറ്റി കൊടുക്കട്ടോ. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി ഡോറും കമ്പനി ഡോർ പാഡും കമ്പനി പവർ വിൻഡോയും ചെയ്തു കൊടുക്കാം. ആകെ 14 രൂപ ചെലവുള്ളൂ. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. 4 അപ്പോളോന്റെ പുത്തൻ ടയർ ഉണ്ട്, പുതിയ അപ്പോളോന്റെ ടയർ ഉണ്ട്. വീഡിയോ വെച്ച് 2 ഒരു മാത്രം വ്യത്യാസമുള്ളൂ. കമ്പനി പവർ വിൻഡോ 10 രൂപ എടുത്ത കമ്പനി പവർ വിൻഡോ ചെയ്ത് കൊടുക്കാം. അതായത് 445 കൊടുക്കാം. 445 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ കമ്പനി സർവീസ്, സിംഗിൾ ഓണർ, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ് ഉള്ള, റീപ്ലേസ് ഇല്ലാത്ത, ക്ലെയിം ഇല്ലാത്ത വാഹനം, സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന കേട്ടോ. ABS, ഡുവൽ എയർ ബാഗ്, എല്ലാ വണ്ടി എല്ലാം വരുന്നത്. 2016 ലാസ്റ്റ് ഡിസയർ, ക്ലെയിം ഇല്ല, റീപ്ലേസ് ഇല്ല, ഒരു 100 രൂപന്റെ ക്ലെയിം പോലും വണ്ടിയിൽ ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം, ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ അല്ലേ? വാഹനത്തിന് 20 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും കേട്ടോ. അടുത്ത i20ന്റെ അത് നമുക്ക് റെഡ് ഏറ്റവും കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതിന് 3 ജനറേഷൻ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ജെൻ, ഫ്ലൂയിഡിക്, എലൈറ്റ് ഉണ്ട്. ഇത് 2017 ഡീസൽ വണ്ടി. അഡീഷണൽ കിഡിലെ അലോയി കാര്യങ്ങൾ എല്ലാം പക്കയാണ് അല്ലേ? എങ്ങനെയായിരുന്നു? നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2017 മോഡല്, ഡുവൽ എയർ ബാഗ്, ABS, പവർ വിൻഡോ 2 വരുന്നുള്ളൂ. അലോയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 15 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഫുൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. KL63 വണ്ടിയാണ്. റീപ്ലേസ്, ഫ്ലഡ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ 4 ഒരു 90% ടയർ ഉണ്ട്. 5,60,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 5,60,000 വണ്ടി കൊടുക്കാം. ഇൻഷുറൻസ് പുതിയതാണ്. ഒരു 5 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസും പുതിയതാണ് കേട്ടോ. ഒരു 5-5.5 വരെ ലോൺ ചെയ്യാം. അടുത്താണ് നമുക്ക് ഇനി മൈലേജ് നോക്കുന്നവർക്ക് നമ്മൾ സണ്ണി കഴിഞ്ഞ പാർട്ടിൽ പരിചയപ്പെട്ടിരുന്നു. അതെ, ഇത് നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്ന സണ്ണിയാണ്. 15 ഡിസംബർ ആണ്. നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന സിംഗിൾ ഓണർഷിപ്പ് അല്ല, അത് കേരള വണ്ടിയായിരുന്നു. ഇത് റീ രജിസ്ട്രേഷൻ ചെയ്താണ്, പക്ഷെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL71 19 ഇവിടെ നമ്പർ ആയിട്ടുണ്ട്, 18 നമ്പർ ആയിട്ടുണ്ട്. 2019 ഇവിടെ നമ്പർ ആയ വണ്ടിയുണ്ട്. നിസാൻ സണ്ണി എക്സൽ വരുന്ന വാഹനം. എയർ ബാഗ് വരും. ഏറ്റവും ടോപ്പ് അല്ലത് ബേസ് ഓപ്ഷൻ ആണ്. നമുക്ക് 2 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. 4 വിൻഡോ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. 2 ഡോർ ഉള്ളത് 4 ഡോർ ആക്കിയിട്ടുണ്ട് അവര്. ഈ വാഹനം 15 ഡിസംബർ സിംഗിൾ ഓണർഷിപ്പ്. നിലവിൽ 3rd ക്ലാസ് ഇൻഷുറൻസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കാകെ 3 ലക്ഷം. എടുക്കുന്ന കസ്റ്റമർക്ക് 3,85,000 രൂപ കൊണ്ട് 85,000 രൂപ ക്യാഷ് ബാക്ക് ഉള്ളതാണ്. ഇൻഷുറൻസ് 23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ലോങ് ഡ്രൈവിലുള്ള വാഹനമാണ്. നല്ല ഒരു വാഹനം. നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കട്ടോ. 15 ഡിസംബർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള സണ്ണി. പറഞ്ഞ് അതിന്റെ ഒരു അപരൻ, അതായത് സെയിം ബ്രാൻഡ് ആണ്, സെയിം സെഗ്മെന്റിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 85 എക്സൽ ഓപ്ഷൻ വണ്ടി. മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും ഒന്നും വാഹനത്തിലില്ല. ഒറ്റ ഓണർഷിപ്പ്, പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. 85 ഫുൾ ഓപ്ഷൻ വരുന്ന നിസാൻ ടെറാനോ. ഇപ്പൊ നമുക്ക് ഒന്ന് സർവീസും പോളിഷും ചെയ്യാണ്ട് സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. 85 ഏറ്റവും ടോപ്പ് വേരിയന്റ്, റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനം. 4,30 വണ്ടി കൊടുക്കട്ടോ. ഒരു 3 to 3.5 ഉള്ളില്, ഒരു 3-3.25 റേഞ്ചിൽ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ടെറാനോ 20 കിലോമീറ്റർ മൈലേജ് ഉള്ള 85 കംപ്ലൈന്റ് ഇല്ലാത്തൊരു വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ഒരു കോമ്പാക്ട് XUV. 4 ടയർ പുത്തന്, സിംഗിൾ ഓണർ, സർവീസ് ബുക്ക് കാര്യങ്ങൾ ഒക്കെ ഉള്ള വാഹനം 4,30 കൊടുക്കുക. 85 ആണ് ഏറ്റവും ടോപ്പിന്റെ. 14 6 മാസം ഡെലിവറി, 6 മാസം രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി. അപ്പൊ നമുക്ക് ഇന്ന് RBയിലായിരുന്നു. രണ്ടാമത്തെ പാർട്ട് നമുക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സിമിർക്ക് നമ്മൾ ആ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് പെരിന്തൽമണ്ണ റോട്ടിലാണ്.
പെരിന്തൽമണ്ണ റോഡിൽ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡാണ്. ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് RB മോട്ടോഴ്സ് വണ്ടി വരുന്ന അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ correct ആയിട്ട് ഗൂഗിൾ മാപ്പിൽ കിട്ടും. ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് നിലമ്പൂർ റോഡിൽ ഷൊർണൂരിൽ കയറിയാൽ വാണിയമ്പലത്ത് ഇറങ്ങി ഒരു 10 രൂപ പോയിന്റ് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് സമയത്ത് വരാം, നമ്മുടെ വീട്ടിൽ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് മാക്സിമം ലോൺ ഏകദേശം 25ഓളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഉണ്ട്. ഈ ഒരു വിഷുവിന്റെ ഒരു ദിവസത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ഒരു വിഷു കഴിഞ്ഞിട്ടായിട്ടില്ല മാക്സിമം നമുക്ക് ഒരു ഡീലർ പ്രൈസിൽ വാഹനങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.